ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത് ജോൺ ആഫ്രിക്കയാണ്. തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് ജൂൺ 18 തൻ്റെ ബർത്ത്ഡേ ആണ്. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ബർത്ത്ഡേ ആശംസിക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു ബ്രദർ. കർത്താവ് എല്ലാ നിലയിലും ഈ വർഷം മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. കർത്താവ് തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം, ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പം ദൈവം എന്നോട് സങ്കീർത്തനം 20 അതിൻ്റെ 4 വാക്യം എന്നോട് സംസാരിച്ചു. എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകും. ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഈ മകൻ്റെ മേളിലേക്ക് ആ വചനത്തെ റിലീസ് ചെയ്യുന്നു. ഈ വർഷം ഹൃദയത്തിലെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന, തൻ്റെ ജീവിതത്തിനകത്ത് താൻ ഏതെല്ലാം വിഷയങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതികളാണെങ്കിൽ ഈ വർഷം അത് നടക്കാൻ പോകുന്നതിനായി നന്ദി. ദൈവത്തിൻ്റെ കരം തനിക്ക് അനുകൂലമാകാൻ പോകുന്നതിനായി നന്ദി. ഞാനിങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പൗലോസിനോട് ചേർന്നുകൊണ്ട് പറയുന്നു, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ദൈവത്തിൻ്റെ അനുകൂലത കാണാൻ പോകുന്ന ഒരു വർഷമാകിയാൽ നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോരുത്തരും പ്രാർത്ഥിക്കണം. കാരണം ഈ ജൂൺ 18 തൻ്റെ ജീവിതത്തിനകത്ത് തിരിവാകുമെന്ന് വിശ്വസിക്കുന്നു. വലിയ ദൈവപ്രവൃത്തിയാകുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ജോൺ ബ്രദറായി പ്രാർത്ഥിക്കുന്നു. ഈ ബർത്ത്ഡേ ദിവസം മുതൽ ദൈവ സാന്നിധ്യവും ദൈവികമായ വിടുതലുകളും താൻ അനുഭവിക്കട്ടെ. സ്ഥലം മുതൽ പാലപുരിയും സൗഖ്യവും സമാധാനവും വർദ്ധിക്കട്ടെ. അപ്പ ദൈവത്തിൻ്റെ കരം തനിക്ക് മുമ്പായി വെളിപ്പെടുന്നതിനായിട്ട് ഒന്നുകൂടെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയുന്നു, ഏലിയാവിൻ്റെ മേളിൽ ദൈവത്തിൻ്റെ കരം വന്നപ്പോൾ സകലതും സ്പീഡായി തീർന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ വേഗത വർദ്ധിച്ചെങ്കിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഒരു അത്ഭുതം തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. ദൈവത്തിൻ്റെ കരം തന്നെ സ്പർശിക്കുന്നതിനായി കർത്താവെ, ഒരു ദൂതൻ തനിക്ക് വേണ്ടി ഇറങ്ങുന്നതിനായി വന്ന് 6 മാസം ദൂതൻ ഇറങ്ങുന്ന മാസമാകിയാൽ തൻ്റെ ജീവിതത്തിനകത്ത് അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി ഇപ്പോൾ സംഭവിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, തനിക്ക് ഇതുവരെയും ലൈഫിൽ വെളിപ്പെടാത്ത ഓപ്പർച്യൂണിറ്റിയും വഴികളും ഇപ്പോൾ തുറന്നതിനായി സ്തോത്രം. ദൈവപ്രവൃത്തി വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നുവന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല, കർത്താവിൻ്റെ കരമാണ് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ എന്നെ സഹായിക്കുന്നത്. ആ നിലയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. എന്നെ കേൾക്കുന്നതിനുണ്ടെങ്കിൽ വിശ്വസിച്ചുകൊണ്ട് പറ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ സ്ഥിതിക്ക് മാറ്റം വരും. കാരണം വെളിപ്പാട് പുസ്തകം 1 വാക്യം പറയുന്നു, ഈ വചനം വായിക്കുന്നവനും ഇത് കേൾക്കുന്നവനും ഇത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും. അതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യോഹന്നാന്റെ സുവിശേഷം 1 വാക്യം പറയാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നെ കേൾക്കുന്നവരെ, ദൈവത്തിൻ്റെ വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ ഏത് സാഹചര്യത്തിനകത്തും നിങ്ങൾ ഈ വചനം ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ വഴികൾ തുറന്നു വരും. അതെന്താ വാസ എങ്ങനെ പറയാൻ കാരണം? 119 സങ്കീർത്തനം 105 വാക്യം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. നമ്മുടെ മുമ്പോട്ടുള്ള വഴികൾ തുറന്നു തരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. നമ്മെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തോട്ട് കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. 119 സങ്കീർത്തനം 130 വാക്യം പറയുകയാണ്, നിന്റെ വചനത്തിൻ്റെ വികാസനം പ്രകാശപ്രദമാകുന്നു, അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കും. എന്നെ കേൾക്കുന്നവരെ, വചനത്തിൻ്റെ വികാസനം വെളിപ്പെട്ട് വരേണ്ടതിനായി, വചനശക്തി വെളിപ്പെട്ട് വരേണ്ടതിനായി ആഴമായി ഒന്ന് പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമെങ്കിൽ ഈ വചനം നിനക്കൊരു വലിയ അത്ഭുതമാകാൻ പോവുകയാണ്. എൻ്റെ കൂടെ അത് വിശ്വസിച്ചുകൊണ്ട് സ്വീകരിച്ച് ഇതാ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേളിലേക്ക് ഇപ്പോൾ റിലീസാകാൻ പോവുകയാണ്. ഞാനത് വിശ്വസിക്കുന്നു. വചനം ചിലവർക്ക് വേണ്ടി അയക്കപ്പെടുകയാണ്. അയക്കപ്പെടുന്ന വചനത്തിൻ്റെ പ്രത്യേകത, ദൈവശബ്ദം ശൂന്യതകളെ നിറവാക്കുന്നതാണ്. പത്രോസിൻ്റെ പടകിനെ നിറച്ച ദൈവത്തിൻ്റെ ശബ്ദം ഇതാ ഞാൻ വിശ്വസിക്കുന്നു എന്നെ കാണുന്ന ചിലവരുടെ മേളിലേക്ക് റിലീസാകുകയാണ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ, 107 സങ്കീർത്തനം അതിൻ്റെ 20 വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കുകയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. വിശ്വസിക്ക്, ഈ വചനം അയക്കപ്പെടുന്നതാണ്. അയക്കപ്പെടുന്ന വചനത്തിൻ്റെ പ്രത്യേകത അത് അതിൻ്റെ കാര്യം തികച്ചിട്ട് മാത്രമേ തിരിച്ചു പോകത്തുള്ളൂ. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അയക്കപ്പെടുന്ന വചനം ഇതാ ചിലവർക്ക് വേണ്ടി വാതിലുകൾ തുറന്നു തരാൻ പോവുകയാണ്. കാരണം വെളിപ്പാട് പുസ്തകം 3 അതിൻ്റെ 8 വാക്യം പറയുന്നു, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചതുമില്ല. വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രഖ്യാപിക്കുകയാണ്,
വചനം ഞങ്ങളുടെ പാതകളെ തുറക്കാൻ പോവുകയാണ്. വചനം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ പോവുകയാണ്. ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവേ, ആർക്കും അടയ്ക്കാൻ പറ്റാത്ത ചില വാതിലുകൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലവർക്ക് വേണ്ടി ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങ് തുറന്നു കൊടുക്കണമേ അപ്പാ. ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ വചനം അസാധാരണമായ കാര്യങ്ങളെ ചെയ്യാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും ഇന്ന് ഈ വചന കേൾവിയിൽ പൂർണ്ണമായി വിശ്വസിക്കണം. വചനത്തിനകത്ത് സൃഷ്ടിപ്പുകൾ സംഭവിക്കും, വചനത്തിനകത്ത് പൂർത്തീകരണങ്ങൾ നടക്കും. കാരണം യിരെമ്യാവ് 1:12 പറയുന്നു, നീ കണ്ടത് ശരി തന്നെ, എൻ്റെ വചനം നിവർത്തീകരിക്കേണ്ടതിന് ഞാൻ തന്നെ ജാഗരിച്ചുകൊള്ളും. നിങ്ങൾ വിശ്വസിക്ക്. ഇതാ വചനത്തിൻ്റെ ശക്തി ചില നിവർത്തീകരണത്തിലേക്ക് കൊണ്ടുവരികയാണ്. അടിപ്പിണരാലുള്ള സൗഖ്യം എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ നിന്റെ മേളിൽ സൗഖ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കുകയാണ്. കാരണം വചനത്തിന് ശക്തിയുണ്ട്. കർത്താവേ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലവരെ സ്ഥിതിക്ക് അങ്ങ് മാറ്റം വരുത്തുന്നതിനായി നന്ദി. വചനം ഇവർ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവരുടെ സ്ഥിതിക്ക് ദേശത്തിൽ മാറ്റം വരികയാണ്. ഇതാ ഇവരുടെ ജീവിതത്തിനകത്ത് വചനം ഇവരെ ദേശത്തിൽ ഉയർച്ചയിലേക്ക് കൊണ്ടുവരികയാണ്. സകല ജാതികളെക്കാളും ഞാൻ നിന്നെ ഉന്നതമാക്കുമെന്ന് പറഞ്ഞ, നിന്റെ പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞ ആ വചനത്തിൻ്റെ ശക്തി ഇതാ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്നവരെ വേളിക്ക് റിലീസാകുകയാണ്. അങ്ങനെ ഇന്നത്തെ ഈ വചന സന്ദേശം ശ്രദ്ധിക്കുമ്പോൾ ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്, മനുഷ്യനോ ലോകത്തിനോ ചെയ്യാൻ കഴിയാത്തത് ദൈവത്തിന് ചെയ്യാൻ കഴിയും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അതൊന്നുകൂടെ സ്വീകരിച്ചോ. മനുഷ്യനോ ലോകത്തിനോ ചെയ്യാൻ പറ്റാത്തത് ദൈവത്തിന് ചെയ്യാൻ കഴിയും. ആയതിനാലാണ് ഇന്നും പ്രാർത്ഥനയോടെ ചിലവരെന്നെ കേൾക്കുന്നത്. മനുഷ്യന് ചെയ്യാൻ പറ്റാത്തത്, മെഡിക്കൽ സയൻസിന് ചെയ്യാൻ പറ്റാത്തത്, ലോകത്തിന് ചെയ്യാൻ പറ്റാത്തത് ഇതാ എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. അതിനു വേണ്ടി നമ്മൾ ബൈബിളിൽ ഒരു അധ്യായം ഒന്ന് ചിന്തിക്കുകയാണ്. മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം ആഴമായി ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഈ അധ്യായത്തിൽ വലിയ 3 സാക്ഷ്യങ്ങൾ വെളിപ്പെടുകയാണ്. ആ സാക്ഷ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മനുഷ്യനോ ലോകത്തിനോ ചെയ്യാൻ കഴിയാത്തത്. ഒന്നുകൂടെ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, മനുഷ്യൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് ദൈവം ഹാൻഡിൽ ചെയ്യാണ്, മനുഷ്യന് ചെയ്യാൻ പറ്റാത്തത് ദൈവം ചെയ്യുകയാണ്. അത് ഒന്നുകൂടെ ഒന്ന് ഉറപ്പുവരുത്തേണ്ടതിനായി ആവർത്തന പുസ്തകം 1:17 പറയുന്നു, നിങ്ങൾക്ക് അധികം പ്രയാസമുള്ളത് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാനതിനെ തീർത്തു തരും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ ഇന്ന് ഭാരത്തോടെ പ്രയാസത്തോടെ നിൽക്കുന്ന ചിലവരെ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു, നമുക്ക് കർത്താവിൻ്റെ അപാദപീഠത്തിലൊന്ന് ആശ്രയിക്കാം. വലിയ വിടുതലുകൾ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗത്തിലോട്ട് അടുക്കുകയാണ്. ഞാൻ വേഗത്തിൽ എന്നെ ഏൽപ്പിച്ചത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 3 വലിയ അത്ഭുതങ്ങളാണ് ദൈവം ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തത് ഒരു ഭൂതഗ്രസ്തനാണ്. ഗദരദേശത്തിലെ ഭൂതഗ്രസ്തൻ. അവൻ 6000 ഭൂതങ്ങളാണ് അവനിലുള്ളത്. എന്നാൽ യേശുവിൻ്റെ വാക്കിൽ ആ ഭൂതങ്ങൾ അവനെ വിട്ടു പോകുകയും അവൻ സ്വതന്ത്രനാകുകയും ചെയ്യുന്നത് കാണാൻ കഴിയും. ഈ വ്യക്തിയെ നമ്മൾ ആഴമായി ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു. പലപ്പോഴും വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമിയൊടിച്ചും കളഞ്ഞു, ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. ഈ വാക്യത്തിന്റെ ആഴം ശ്രദ്ധിച്ചു നോക്കെ. പലപ്പോഴും വിലങ്ങും ചങ്ങലയും കൊണ്ട് അവനെ ബന്ധിക്കുകയാണ്, പക്ഷെ അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് അവൻ ഉരുമി ഉടച്ചു കളയുകയും ചെയ്യുന്നത് കാണാൻ കഴിയുന്നു. എന്ന് പറഞ്ഞാൽ അടുത്ത വാക്യം പറയാണ്, ആർക്കും അവനെ അടക്കാൻ കഴിഞ്ഞില്ല. ആ പട്ടണത്തിൽ ആർക്കും അവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യനോ ലോകത്തിനോ അവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അവനിപ്പോൾ വസിക്കുന്നത് കല്ലറയിലാണ്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതം അവസാനിക്കുന്ന സമയമാണ് കല്ലറ എന്ന് പറയുന്നത്. ഇവൻ ജീവിതം അവസാനിച്ചതുപോലെ വീട്ടുകാരും സ്വന്തക്കാരെയും ഒന്നും കാണാത്ത രീതിയിൽ അവൻ കല്ലറയിലാണ് ഇരിക്കുന്നത്. ആ കല്ലറയിൽ താമസിക്കുന്നവൻ യേശുവിനെ കാണുകയാണ്. യേശുവിനെ കണ്ട മാത്രയിൽ അവൻ ഓടി വന്ന് യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി. യേശുവിൻ്റെ വാക്കുകൾ അവനെ സ്വതന്ത്രമാക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് ഈ വചന ശബ്ദത്തിനകത്ത് ഞാൻ വിളിച്ചു പറയുന്നു, ഒന്നാമത്തെ അത്ഭുതം എന്ന് പറയുന്നത് മനുഷ്യന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത, ലോകത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കല്ലറയിൽ വസിച്ചുകൊണ്ടിരുന്നവനെ യേശു സ്വതന്ത്രനാക്കിയാണ്. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് പള്ളിപ്രമാണിയായ യായിറോസാണ്. അവൻ്റെ പ്രമാണിത്വം വിട്ടിട്ട് ഇതാ അവൻ യേശുവിൻ്റെ കാൽക്കൽ വന്ന് വീഴുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ആ പാദപീഠത്തിൽ ആശ്രയിക്കുന്ന ഒരാളെ പോലും കർത്താവ് കൈവിടത്തില്ല. ഇതാ അവൻ വന്ന് ആ പാദപീഠത്തിൽ വീഴുന്നത് നാം കാണുകയാണ്. മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 22-23 വാക്യങ്ങൾ. പള്ളിപ്രമാണിയിൽ യായിറോസ് എന്ന് പേരുള്ള ഒരുത്തൻ വന്ന് അവനെ കണ്ടിട്ട് കാൽക്കൽ വീണു. എൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിലിരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. നിങ്ങൾ ഈ 2 വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു വലിയ ആഴം നമുക്ക് കാണാം. യേശു കടന്നു വരുന്നത് വലിയൊരു പുരുഷാരത്തോടു കൂടിയാണ്. എന്നാൽ തൻ്റെ പ്രമാണിത്വം നോക്കാതെ യേശുവിൻ്റെ കാൽക്കൽ വീഴുകയാണ്. ഈ വചനം ആഴമായി ശ്രദ്ധിക്കുമ്പോൾ ഈ 3 വലിയ സാക്ഷ്യങ്ങളിൽ, 1 ഭൂതഗ്രസ്തനെന്നും 2
യായിറോസ് എന്ന പള്ളിപ്രമാണിയെയും, മൂന്നാമത്തത് നമ്മൾ കാണുന്നത് 12 വർഷമായ രക്തസ്രാവ സ്ത്രീ എന്നുമാണ്. എന്നെ കേൾക്കുന്നവരെ, ഇതിനകത്ത് 2 പേരുടെ പേര് ബൈബിൾ കാണുന്നില്ല. എന്നാൽ ആത്മാവിൽ ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയും, പ്രമാണിത്വം നോക്കാതെ ആ പാദപീഠത്തിൽ ആശ്രയിച്ചവന്റെ പേര് ബൈബിൾ എഴുതാൻ മറന്നില്ല. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നത്, എത്രത്തോളം ദൈവസന്നിധിയിൽ താഴാൻ പറ്റുമോ അത്രത്തോളം വിടുതൽ നിന്റെ മേളിൽ സംഭവിക്കാൻ പോവുകയാണ്. വിശ്വസിച്ചുകൊണ്ട് എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേ. ഇതാ രണ്ടാമത്തെ വ്യക്തി ജീവിതം യായിറോസ് ആണെങ്കിലും, ഇതാ യായിറോസിന്റെ ഭവനത്തിലേക്ക് പോകുന്ന വഴിയിൽ 12 വർഷമായി രക്തസ്രാവ സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൽ വന്ന് തൊടുന്ന ഭാഗമാണ് ഇന്ന് നമ്മുടെ ചിന്തയായി നിൽക്കുന്നത്. അതിനകത്ത് നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 25-ാമത്തെ വാക്യം മുതൽ നമ്മൾ ചിന്തിക്കുന്നു. ഈ 12 വർഷമായ രക്തസ്രാവ സ്ത്രീ എന്ന് പറയുമ്പോൾ 25-ാമത്തെ വാക്യം മുതൽ 34-ാമത്തെ വാക്യം വരെയാണ് രക്തസ്രാവ സ്ത്രീയെക്കുറിച്ച് ആഴമായി വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ 9 വാക്യങ്ങളിൽ പേര് പോലും വെളിപ്പെടുത്താതെ അവളുടെ സൗഖ്യമായി അവൾ മടങ്ങിപ്പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ആഴമായി നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, ഇന്ന് ഇതേപോലെ സാഹചര്യം നോക്കാതെ എൻ്റെ കൂടെ കർത്താവേ, ഇതിനകത്ത് വെളിപ്പെട്ട ദൈവത്തിൻ്റെ കരം എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങി വരണമേ. ഞാനും ഒരു പ്രസംഗം കേട്ടിട്ട് പോകാൻ നിൽക്കുന്ന ആളല്ല. എൻ്റെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ ഒരു ആഴമേറിയ കരം വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പല സഭകളും പല പ്രസംഗവേദികളും ഇന്ന് ഹല്ലേലൂയ കേൾവി മാത്രമായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൽ നിങ്ങൾ ആശ്രയിച്ചിട്ട് പറയണം, ഈ വചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും ഞങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ തൊട്ടതുമായ ജീവൻ്റെ വചനം. എന്നെ കേൾക്കുന്നവരെ, ഇത് കേൾക്കുക മാത്രമല്ല, ഇത് കാണാനുണ്ട്, ഇത് തൊടാൻ പറ്റും. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതം മാറ് ദൈവത്തിൻ്റെ വചനം നിങ്ങളെ സ്പർശിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ ചിന്തയ്ക്കകത്തോട്ട് വരികയാണ്. മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം. 12 സംവത്സരമായി രക്തസ്രാവമുള്ളവളായി 26-ാമത്തെ വാക്യം കൂടെ, പല വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ട്. ഈ 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ നിങ്ങളുമായി എൻ്റെ ഉള്ളിൽ കയറിയ ചില ചിന്തകൾ പങ്കുവയ്ക്കുകയാണ്. 12 സംവത്സരമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ. അപ്പോൾ ഈ വചനം ശ്രദ്ധിക്കുമ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് 1-ാമത്തെ ചിന്ത പറയുകയാണ്, എൻ്റെ ദൈവത്തിന് നിൻ്റെ കാലപ്പഴക്കം പ്രശ്നമല്ല. എത്ര വർഷമായി നീ ആ രോഗം അനുഭവിക്കുന്നു, എത്ര വർഷമായി ആ കുടുംബ പ്രശ്നത്തിലൂടെ, ആ തലമുറയുടെ വിഷയത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് എൻ്റെ ദൈവത്തിന് പ്രശ്നമല്ല. ഇന്ന് നിൻ്റെ വിടുതലിൻ്റെ ദിവസമാണ്. ഇന്ന് ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നാം കാണുന്നത് 12 വർഷം പഴക്കമുള്ള രോഗം. 12 വർഷമായി ഇവൾ ഈ വേദന അനുഭവിക്കുകയാണ്. 12 വർഷമായി ഇവളുടെ ജീവിതത്തിനകത്ത് ഇവളുടെ ജീവൻ നഷ്ടപ്പെടുകയാണ്. കാരണം പഴയ നിയമത്തിനകത്തൊരു വാക്യമുണ്ട്, മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലല്ലോ. ഇവളുടെ ജീവൻ 12 വർഷമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, 12 വർഷത്തെ പഴക്കം ദൈവം ഒരു സ്പർശനം കൊണ്ട് തീർക്കാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ വചന കേൾവിയിൽ നിങ്ങൾ എൻ്റെ കൂടെ ചേർന്ന് പറയണം, കർത്താവേ, ഇന്ന് പഴക്കം മാറി ഒരു പുതുക്കം വെളിപ്പെടാൻ പോവുകയാണ്. അസാധാരണമായ ഒരു സാക്ഷ്യം എൻ്റെ മേളിൽ തുറന്നു വരാൻ പോകുന്നു. ഞാനത് വിശ്വസിക്കുന്നു. കർത്താവെ, അങ്ങത് ചെയ്യുന്നതിനായി നന്ദി. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിനായി നന്ദി. യേശുവെ, പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാകയാൽ നന്ദി. ദൈവത്തിൻ്റെ കരം ചലിച്ചു കഴിഞ്ഞാനായി ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഇതാ അപ്പോൾ 1-ാമത്തെ ചിന്ത, പഴക്കം മാറി അവൾ പുതുക്കത്തിലോട്ട് നടക്കാൻ പോകുന്നു. 12 വർഷം പഴക്കമുള്ള രോഗവുമായി അവൾ വേദനപ്പെടുകയാണ്. അടുത്ത ഭാഗം കാണുകയാണ്. 26-ാമത്തെ വാക്യം ഒന്നുകൊണ്ടൊന്ന് വായിക്കുന്നു. പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും. ഇവിടെ കാണുന്നത് പല വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ചു. അപ്പോൾ 2-ാമത്തെ ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അവൾ ഏറിയൊന്ന് സഹിച്ചെന്ന് പറഞ്ഞാൽ, പലരും വന്ന് നമ്മോട് പ്രാർത്ഥന വിഷയം പറയുന്ന ആഴം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ഇനി ആ വിഷയത്തിനകത്ത് കരയാൻ എനിക്ക് കണ്ണുനീരില്ല. എൻ്റെ ജീവിതത്തിനകത്ത് കഷ്ടപ്പെടേണ്ടതിൻ്റെ മാക്സിമം ഞാൻ കഷ്ടപ്പെട്ടു, ഞാൻ കരയേണ്ടതിൻ്റെ മാക്സിമം കരഞ്ഞു, ഇനിയും എനിക്ക് മുമ്പോട്ട് പോകാൻ വയ്യ എന്ന് പറയുന്നത് പോലെ ഇതാ പല വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ചു, എന്നിട്ട് ഇവർക്ക് വിടുതൽ വന്നിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ? മനുഷ്യനോ ലോകത്തിനോ സയൻസിനോ ഒന്നും ചെയ്യാൻ പറ്റാത്തതിനെയാണ് കർത്താവ് ഒറ്റ സ്പർശനത്തിൽ സൗഖ്യം കൊടുക്കുന്നത്. എൻ്റെ കൂടെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് നിങ്ങളെ നോക്കി സാഹചര്യം പറഞ്ഞതോ ലോകം പറഞ്ഞതോ ഡോക്ടർ പറഞ്ഞതോ അല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത്. എൻ്റെ യേശു ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ്. ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ വിശ്വസിക്ക്. നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ ഒരാഴം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പല വൈദ്യന്മാരെന്ന് പറയുമ്പോൾ
നിങ്ങളും ഞാനും ഒരേപോലെ കേട്ടിട്ടുള്ള ഒരു ആഴമാണ് അലക്സാണ്ടർ ചക്രവർത്തി, അല്ലെങ്കിൽ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ അവസാന നാളുകൾ താൻ രോഗശയ്യയിലാണ് ആയിരിക്കുന്നത്. തന്നെ പല വൈദ്യന്മാർ മാറി മാറി ചികിത്സിച്ചു. പക്ഷേ ആ രോഗത്തിൽ നിന്ന് തനിക്ക് സൗഖ്യം വരുന്നില്ലെന്ന് കണ്ട് അലക്സാണ്ടർ ചക്രവർത്തിക്ക് ഒരു കാര്യം മനസ്സിലായി, താൻ ഈ രോഗത്തിൽ മരിക്കാൻ പോകുന്നു എന്നുള്ളത്. ആ അവസാന മണിക്കൂറുകളിൽ താൻ വലിയ 3 പ്രസ്താവനകൾ അനേകർ കേൾക്കെ വിളിച്ചു പറഞ്ഞു. തൻ്റെ മരണശേഷം തൻ്റെ ശവമഞ്ചം ചുമക്കേണ്ടത്, അല്ലെങ്കിൽ തൻ്റെ ബോഡി ചുമക്കേണ്ടത് തന്നെ ചികിത്സിച്ച ഡോക്ടർമാരായിരിക്കണം. എന്നെ കേൾക്കുന്നവരെ, എന്തിനാണ് ഈ ഡോക്ടർമാരെ കൊണ്ട് താൻ ആ ബോഡി ചുമപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇവരെ കൊണ്ട് എന്നെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൻ്റെ ആഴമാണ്. രണ്ടാമത്തത്, ആ പെട്ടിയിൽ എന്നെ കിടത്തുമ്പോൾ എൻ്റെ 2 കൈകളും പുറത്തേക്ക് ഇട്ടിരിക്കണം. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ എന്തെല്ലാം നേടിയെങ്കിലും എൻ്റെ മരണത്തിൽ ഞാൻ ഇതൊന്നും കൊണ്ടുപോകുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ ആഴം. മൂന്നാമത്, ഞാൻ നേടിയ സമ്പത്തുകൾ ഞാൻ പോകുന്ന വഴിയിൽ വിതറേണ്ടത് ആവശ്യമാണ്. കാരണം ഈ സമ്പത്തിന് എന്നെ വിടുവിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ലോകം തിരിച്ചറിയണം. ഈ 3 വലിയ പ്രസ്താവനകളാണ് മഹാനായ അലക്സാണ്ടർ തൻ്റെ അവസാന മണിക്കൂറിൽ പറഞ്ഞത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഈ വചനചിന്തയിൽ വ്യക്തമായി തിരിച്ചറിയുന്നു. ഇതേപോലെ ഈ സ്ത്രീ പറയുകയാണ്, പല വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ചു, എന്നിട്ടും ഒട്ടും ഭേദം വന്നില്ല. അപ്പോൾ ഞാൻ രണ്ടാമത് പറഞ്ഞതുപോലെ അവൾ ഏറിയൊന്ന് സഹിച്ചതാണ്. ഇനി കരയാൻ കണ്ണുനീരില്ല, ഇനി കഷ്ടപ്പെടാൻ ബാക്കി ഒന്നുമില്ല. ആ നിലയിൽ ആയിരുന്നവൾ ഇതാ 3ാമത്തെ തലമെന്ന് പറയുന്നത്, വിശ്വസിച്ചോ, പല വൈദ്യന്മാർ എന്ന് പറഞ്ഞാൽ ഒത്തിരി വൈദ്യന്മാരുടെ അടുക്കലേക്ക് ഇവൾ കയറി ഇറങ്ങി. 1ാമത്തെയും 2ാമത്തെയും അപ്പോയിൻമെൻറ്റ് കഴിയുമ്പോൾ ഇവൾക്ക് പ്രതീക്ഷയുണ്ട്. വൈദ്യന്മാർ ഓരോരുത്തരും ചെല്ലുമ്പോൾ പറയും, ഇത് നമുക്ക് നേരെയാക്കാം, ഇത് നമുക്ക് നോക്കാം. ഇങ്ങനെ 3ാമത്തെ അപ്പോയിൻമെൻറ്റ് കഴിയുമ്പോൾ ഇവരുടെ പ്രതീക്ഷ മങ്ങുകയാണ്. കാരണം അവരെ കൊണ്ടും എൻ്റെ വിടുതൽ നടന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ലോകം പരാജയപ്പെട്ടാലും സാഹചര്യം നിന്നെ നോക്കി നടക്കത്തില്ലെന്ന് പറഞ്ഞാലും ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, മനുഷ്യനും ലോകത്തിനും ചെയ്യാൻ പറ്റാത്തത് യേശു ഇന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അതിൻ്റെ സാക്ഷിയാണ് പ്രിയരെ. കർത്താവ് എന്നെ തൊട്ട് സൗഖ്യമാക്കിയതാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്നും നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതം നടക്കും, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി നടക്കും. എൻ്റെ കൂടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. ഇന്നൊരു അത്ഭുതം നിങ്ങൾ കാണാൻ പോവുകയാണ്, ഇന്നൊരു ദൈവപ്രവൃത്തി നിങ്ങൾ കാണാൻ പോവുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ദൈവം ആരേക്കും ഇറങ്ങി തൊടുകയാണ്. ഈ സമയത്ത് ചിലവരുടെ ജീവിതം വലിയ നിലയിൽ മാറാൻ പോവുകയാണ്. ഇതിനകത്ത് നിങ്ങളൊന്ന് ആഴമായി ശ്രദ്ധിച്ചേ. ഇതാ ഈ സ്ത്രീ 1ാമത് 12 വർഷം പഴക്കമുള്ള രോഗമാണ് അവളുടെ വിടുതലിലേക്ക് വരുന്നത്. 2, അവൾ ഏറിയൊന്ന് സഹിച്ചവളാണ്. 3, പല വൈദ്യന്മാരുടെ അടുക്കലേക്ക് അവൾ കയറി ഇറങ്ങിയതാണ്. പക്ഷെ ഒട്ടും ഭേദം വന്നില്ല. അടുത്ത പദമാണ് ഏറ്റവും വലിയ ആഴം. 27ാമത്തെ വാക്യം, ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. ഇവിടെ 4ാമത്തെ ചിന്ത നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുകയാണ്. ഒട്ടും ഭേദം വരാതെ, ഇവളുടെ സൗഖ്യമാകുന്നില്ല. അടുത്ത പദമാണ് എന്നെ ചിന്തിപ്പിച്ചത്, അവൾ പരവശയായി തീർന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആഴമെന്ന് പറയുന്നത്, അവളുടെ പ്രതീക്ഷയെല്ലാം തീർന്നു, ഇനിയൊരു മാർഗമില്ല. ഇന്ന് ഈ വചന സന്ദേശം കേൾക്കുന്ന ചിലവരെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ച് പറയുകയാണ്, ഇനിയൊരു മാർഗമില്ലെന്ന് പറയുന്നു. എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചെന്ന് പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക, അവസാനിച്ചെടുത്തുനിന്ന് ആരംഭം കൊണ്ടുവരുന്നവനാണ് എൻ്റെ ദൈവം. തുടക്കത്തിൽ ഒടുക്കം കണ്ടവൻ. അവൻ ആൽഫ മാത്രമല്ല, അവൻ ഒമേഗയും കൂടെയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ 12 വർഷമായ രക്തസാവശ്രീ ഇനി എല്ലാം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ചെവിയിൽ അവൾ കേൾക്കുകയാണ്, യേശു അവൾക്ക് വേണ്ടി ഇന്നും രക്ഷകനായി ജീവിക്കുന്നു. അവൾ കേൾക്കുന്നുണ്ടാകും, അനേകരെ യേശു സൗഖ്യമാക്കിയെന്ന്. ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതുവരെയും ഒത്തിരി വൈദ്യന്മാർ ഇനിയൊന്നും സംഭവിക്കത്തില്ല, എല്ലാം തീർന്നെന്ന് പറഞ്ഞായിരിക്കും. പക്ഷേ ഈ വചന ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന ശബ്ദത്തിന് മാറ്റമുണ്ടാകാൻ പോകുന്നു. ഇതാ നിനക്ക് വേണ്ടി ദൈവം ഒരു ഗുഡ് ന്യൂസ് അയക്കാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. ഇതാ പ്രതീക്ഷകൾ അവസാനിച്ചെടുത്ത്, ഇതാ പത്രോസിനോട് ചോദിച്ച പത്രോസ് പറയും, നീണ്ട 12 മണിക്കൂർ രാത്രി മുഴുവൻ നോക്കിയിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും അതാ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാൻ പോയി എന്ന് പറഞ്ഞാൽ തീർന്നെടുത്തുന്ന അവസാനിച്ചെടുത്ത് ദൈവം ചിലത് ചെയ്യാൻ പോകുന്നു. ആത്മാവിൽ എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞാൻ അധികമായി വിശ്വസിക്കുകയാണ്, എൻ്റെ ദൈവം ചിലത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ദൈവം ചിലത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ ചിലവരുടെ ജീവിതത്തിനകത്ത് അത്ഭുതകരമായ വിടുതൽ സംഭവിക്കുന്നു. അവൾ ഏറ്റവും പരവശയായെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൻ്റെ നെല്ലിപ്പലകി അവൾ കണ്ടു കഴിഞ്ഞു. ഇനി ഒരു മാർഗമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശവപ്പെട്ടി അന്വേഷിച്ചുകൊണ്ടിരുന്നവരുടെ നടുവിൽ യേശു അവളെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്.
അവൾ ഇതാ പുരുഷാരത്തിൻ്റെ പിറകിലൂടെ വന്ന് യേശുവിനെ തൊടുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ വിടുതലിൻ്റെ സന്ദേശം വെളിപ്പെട്ട് വരികയാണ്. നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതം നടക്കുകയാണ്. നമ്മൾ രണ്ടാമത് ചിന്തിച്ചത് യായിറോസിൻ്റെ വിഷയമാണ്. ഈ വിഷയം ഇതാ 12 വർഷമായ രക്തസ്രാവസ്ത്രീ സൗഖ്യം കണ്ടിട്ട് ഇതാ യായിറോസിൻ്റെ വീട്ടിൽ നിന്ന് യായിറോസിനോട് പറയുകയാണ്, നിന്റെ മകൾ മരിച്ചുപോയി. മരണം ഉറപ്പാക്കിയ വിഷയമാണ്. ഇനി ആ വീട്ടിനകത്ത് ദുഃഖവും നിലവിളിയും മാത്രമാണ് ഉള്ളത്. ആ ദുഃഖവും നിലവിളിയും നിൽക്കുന്ന ഭവനത്തിൽ യേശു കയറുകയാണ്. എന്നെ ചിന്തിപ്പിച്ച ചിന്ത നിങ്ങളോടായി പറയുകയാണ്. ആ ഭവനത്തിലേക്ക് യേശു ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോഴും സാധാരണപ്പെട്ടവനായി യേശു ആ ഭവനത്തിൽ ചെല്ലുമ്പോൾ 12 വയസ്സുള്ള ആ മകളുടെ അടുക്കിലേക്ക് ചെന്ന് അവളുടെ കൈ പിടിച്ച് തലിതാ കുമി എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുക, ബാല എഴുന്നേൽക്കുക എന്നുള്ള ആ വാക്കിൻ്റെ അധികാരത്തിൽ അവളെ എഴുന്നേൽപ്പിക്കുകയാണ്. ആ വീട് മരണത്തിൻ്റെ വീടായിരുന്നു. ഇനി ലോകത്തിന് വഴിയില്ലെന്ന് തീർന്നെന്ന് പറഞ്ഞെടുത്തുന്ന ഇതാ ആ വീട് മുഴുവൻ അതിശയമായി മാറുകയാണ്. ആ വീട്ടിനകത്ത് എന്നെ ചിന്തിപ്പിച്ച ഒരാഴം. ആ വാതിൽ കയറുമ്പോഴും അവിടെ നിന്നവരെല്ലാം നോക്കുമ്പോഴും യേശു ഒരു സാധാരണ തച്ചക്കൊച്ചനാണ്. പക്ഷേ മരിച്ച ബാലയുടെ അടുക്കൽ ചെല്ലുമ്പോൾ മരണത്തെ ജയിക്കുന്നവൻ്റെ അധികാരം വെളിപ്പെടുന്നു. എൽ ഷദായ്, സർവശക്തിയുള്ള ദൈവത്തിൻ്റെ അധികാരം വെളിപ്പെടുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ മേളിൽ ദൈവിക അധികാരം വെളിപ്പെടട്ടെ. നിന്റെ മേളിൽ ഒരു സർവശക്തിയുള്ള ദൈവത്തിൻ്റെ അധികാരം വെളിപ്പെടട്ടെ. ഇതാ നിന്റെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. നിന്റെ വീട് ഇന്നു മുതൽ കരച്ചിലല്ല, ഒരു അതിശയത്തിൽ മുമ്പോട്ട് പോകാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്, ഇതാ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ 3 വലിയ അത്ഭുതങ്ങൾ നടന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ലോകത്തിന് ചെയ്യാൻ പറ്റാത്തത്, മനുഷ്യന് ചെയ്യാൻ പറ്റാത്തത് എൻ്റെ ദൈവം ചെയ്യുകയാണ്. എൻ്റെ കൂടെ ഒന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഈ 3 വ്യക്തികളെ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. ഗദരദേശത്തിലെ ഭൂതഗ്രസ്തൻ എന്ന് പറഞ്ഞാൽ ആർക്കും ഹാൻഡിൽ ചെയ്യാൻ കഴിയാതെ അവനിതാ ശവക്കല്ലറയിൽ താമസിക്കുകയാണ്. ഹല്ലേലൂയ. 6000 ഭൂതങ്ങളാണ് അവൻ്റെ മുകളിലുള്ളത്. എന്നാൽ ആ ഭൂതങ്ങളെ യേശു പന്നികളുടെ മേളിലേക്കാണ് അയക്കുന്നത്. 2000 പന്നികളുടെ മേളിലേക്ക് അയക്കുമ്പോൾ ആ പന്നികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവ വെള്ളത്തിൽ ചാടി ചാകുകയാണ്. എന്നെ കേൾക്കുന്നവരെ, വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ 2000 പന്നികൾക്ക് ആ ഭൂതത്തെ പിടിച്ചു നിർത്താൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, വിളിയുള്ള നിങ്ങളാണ് ഇന്ന് കേൾക്കുന്നത്. ദൈവ വിളിയുള്ള നിന്നെ ഒരു പിശാചിനും തകർക്കാൻ കഴിയത്തില്ല. ദൈവ വിളിയുള്ള നിന്നെ ഒരു രോഗത്തിനും തകർക്കാൻ പറ്റത്തില്ല. ദൈവ വിളിയുള്ള നിന്റെ വീടിനെ ഒരു ശക്തിക്കോ ഒരു മരണത്തിനോ തൊടാൻ പറ്റത്തില്ല. ഇതാ ദൈവത്തിൻ്റെ കരം നിന്റെ മേളിലേക്ക് വെളിപ്പെടുക. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ പ്രാർത്ഥിക്കുക. ലോകവും മനുഷ്യനും ചെയ്യാൻ പറ്റാത്തത് യേശു നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുക. എൻ്റെ കൂടെ ഇങ്ങനൊന്ന് വിശ്വസിച്ചുകൊണ്ട് പറയുമോ, ദൈവമേ ഇത് കേൾവി മാത്രമായി തീരരുത്. ദൈവത്തിൻ്റെ ശക്തി ഞങ്ങൾ അനുഭവിക്കേണ്ടതിനായി, ദൈവത്തിൻ്റെ പ്രവൃത്തി ഞങ്ങളുടെ മേളിൽ വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതൊരു അത്ഭുത സാക്ഷ്യമാകാൻ പോകുക. ദൈവനാമം മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഒത്തിരി അസുഖങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. കാലിലെ ഭാഗത്തിൽ കഴിഞ്ഞ പ്രാവശ്യം അൾസർ പോലെ വെരിക്കോസ് വെയിൻ വന്നിട്ട് അൾസർ പോലെ ആയിരുന്നു. അത് പൊട്ടി ഇങ്ങനെ വെള്ളം പോലെ വരുമായിരുന്നു. പാസ്റ്ററോട് പറഞ്ഞപ്പോൾ അത് മാറുമെന്ന് പറഞ്ഞു. അത് പൂർണ്ണ സൗഖ്യമായി. അതുപോലെ തോളിൽ വേദന ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ എടുക്കണം, ഭാരമൊക്കെ എടുക്കണം. എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. അതുപോലെ സൂമിൽ പ്രവർത്തിച്ച അനവധി സാക്ഷ്യങ്ങളുണ്ട്. മുട്ടുവേദനയൊക്കെ എൻ്റെ പൂർണ്ണമായി മാറി തന്നു. അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എനിക്ക് ആഗ്രഹിച്ച വന്നിട്ടുണ്ടായിരുന്നു, അതും എനിക്ക് ലഭിച്ചു. അങ്ങനെ കർത്താവിൻ്റെ വചനത്തോട് പറ്റിച്ചേർന്നിരിക്കാനും ഒത്തിരി കൃപകളാലും ദൈവം നന്ന് അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ സാക്ഷി ഇനി നിൽക്കണം, കുടുംബമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് ഇടവരുത്തുന്നതായ സ്തോത്രം, നന്ദി, ആമേൻ. ദൈവനാമം മഹത്വപ്പെടുത്തി. എൻ്റെ ഒരു വസ്തു വിൽക്കാതെ ഒരു 10 വർഷത്തോളം കിടക്കുകയായിരുന്നു. അപ്പോൾ പാസ്റ്റർ പ്രാർത്ഥിച്ചതിന് ശേഷം ഉപ്പ് തന്ന് അത് വീട്ടിൻ്റെ പരിസരത്തെല്ലാം വിതറിയതിന് ശേഷം വിൽക്കാനായിട്ട് ആൾ വന്ന് അത് വിൽക്കുകയും ചെയ്ത് ദൈവത്തെ നാമത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥിച്ച പാസ്റ്ററിനും കുടുംബം നന്ദി പറയുന്നു. ആമേൻ. 10 വർഷമായിട്ട് നോക്കിയിട്ട് നടക്കാത്തത് കർത്താവ് ഉപ്പ് പ്രാർത്ഥിച്ചിട്ടപ്പം അതിനകത്ത് വിലക്കാർ ഇങ്ങോട്ട് വന്നു. ആത്മാവിൽ അതിനൊക്കെ ആഴമായി പറഞ്ഞ വലിയ സാക്ഷ്യമാണ്. അവർ 1 ലക്ഷം രൂപ കുറച്ചാണ് പറഞ്ഞത്. പെട്ടെന്ന് അടുത്തുള്ള ഒരു കുടുംബക്കാർ വന്ന് അതിൻ്റെ ഇടയിൽ കയറി അവർക്ക് വേണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവർക്ക് വേണമെന്ന് പറഞ്ഞതോടെ കുറച്ച് 1 ലക്ഷം രൂപ ഈ പുള്ളികൾ പറഞ്ഞു, ഞങ്ങൾക്ക് തന്നെ തരണം, ഞങ്ങൾ കൂട്ടിയേക്കാമെന്ന് പറഞ്ഞു. അവസാനം ഈ ഇടയ്ക്ക് കയറി ഒരു തനി ഏതോ സമയത്ത് മാറിപ്പോയി. അവസാനം തനിക്കത് കിട്ടേണ്ട പൈസ കിട്ടി. ആത്മാവിൽ നിന്ന് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കുക. ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 2021 ഒന്നുമില്ല, ഒരു വസ്തു ഒന്നുമില്ലാതെ ഞാൻ ഇവിടെ വന്നത്. ഇപ്പം എനിക്ക് എൻ്റെ പാസ്റ്റർ പ്രാർത്ഥിച്ച് ഞാൻ ഓരോ പ്രാർത്ഥന വിഷയം പറയുമ്പോഴും എൻ്റെ പാസ്റ്റർ പറയും, സിസ്റ്ററെ നിങ്ങൾക്കത് കിട്ടും, നിങ്ങളുടെ വിടുവിക്കും ദൈവം, നിങ്ങളുടെ മക്കളെ വിടുവിക്കും, എല്ലാം എപ്പോഴും പറയും. ഞാനത് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ മക്കളെ 2പേരുടെയും വിവാഹം കഴിഞ്ഞു. ഞങ്ങളുടെ വസ്തു എല്ലാം റിലീസ് ചെയ്തു. ഒന്ന് കരമടിച്ച് ഗവൺമെൻറ്റിൽ കുരുങ്ങിപ്പോയതിന്
കർത്താവ് അവർക്ക് മടങ്ങിക്കൊടുത്തു. കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായി നന്ദി. 24 വർഷമായിട്ട് നൂലാമാലകളിൽ കുടുങ്ങിക്കിടന്ന വസ്തു ഞങ്ങൾ പോലും അറിയാതെ പാസ്റ്റർ പറഞ്ഞു, സിസ്റ്ററെ നിങ്ങളുടെ വസ്തു നിങ്ങൾക്കുള്ളത് തന്നെ, നിങ്ങൾക്കത് മടക്കി കിട്ടും. എനിക്കൊരു വിശ്വാസവും ഇല്ലായിരുന്നു കിട്ടുമെന്ന്. അവർ എന്തോ ഒക്കെ ചെയ്ത് മടക്കി പറിച്ച് ഞങ്ങളുടെ വസ്തു അവർക്ക് വേണം എന്ന് പറഞ്ഞ് വച്ചേക്കുമായിരുന്നു. അവസാനം ദൈവം ഞങ്ങൾക്കത് വിടുവിച്ച് തന്ന്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ജനുവരി മുതൽ എനിക്ക് ബ്രസ്റ്റിന് പെയിനായിരുന്നു. അപ്പം ഒരുപാട് ഭാരപ്പെട്ടു. ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചു. അന്നൊരു സ്കാൻ എടുത്ത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് പിന്നെ ഈ പെയിൻ മാറുന്നില്ലായിരുന്നു. അപ്പം അങ്ങനെ ഞാനിങ്ങനെ പ്രയാസത്തിൽ ആയിരുന്നു. അപ്പോൾ ഈ ലാസ്റ്റ് സാറ്റർഡേ അല്ല, ഇതിന് മുമ്പത്തെ സാറ്റർഡേ ഞാൻ ഓൺലൈൻ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്തായിരുന്നു. അന്നേരം ഞാൻ പ്രയർ റിക്വസ്റ്റ് പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ അപ്പോൾ തന്നെ പ്രാർത്ഥിച്ചു. പിന്നെ എന്നോട് ആരാധനയിൽ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഞാൻ വന്നു. എനിക്ക് വലിയ വിടുതലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഈ സാറ്റർഡേ ഫ്രൈഡേ ഞാൻ അറ്റൻഡ് ചെയ്തു പ്രയർ. ഇന്നലെ എനിക്ക് അടുത്ത് മാമോഗ്രാമൊക്കെ ചെയ്തായിരുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് റിസൾട്ടെല്ലാം നോർമലാണ്. ദൈവം തമ്പുരാൻ വലിയ വിടുതലെന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. പാസ്റ്ററിനും സിസ്റ്ററിനും ഇവിടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ദൈവത്തിന് ഒത്തിരി നന്ദി. അമ്മ കൊടുത്ത വിടുതൽ സാധാരണ വിടുതലല്ല സഹോദരി, വളരെ ഭാരത്തിലും വേദനയിലും പെയിനിലുമാണ് നമ്മുടെ ഈ ആരാധനയിൽ കടന്നു വന്നത്. എന്നാൽ അറിയാം, മാമോഗ്രാം റിസൾട്ടും എല്ലാം തനിക്ക് അനുകൂലമായി വന്നു. കഴിഞ്ഞ ജാനുവരി മുതൽ വെളിപ്പെട്ട ഭാരം, ഭയം, ആ കുടുംബത്തെ പിടിച്ചു കുലുക്കിയ വിഷയങ്ങൾ കർത്താവ് ഏറ്റവും അത്ഭുതമാക്കി തീർത്തന്നെ. ഒന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പറഞ്ഞേ, ആരാധനയിൽ വിടുതലുണ്ട്, ആരാധനയിൽ വിടുതലുണ്ട്. എൻ്റെ കൂടെ ആ കണ്ണുകളൊന്ന് അടച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു പ്രാർത്ഥിച്ച്, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു അത്ഭുത സാക്ഷ്യം ഇവരുടെ മേളിൽ വെളിപ്പെടുത്തണമേ അപ്പ. അത്ഭുതകരം ഇവരുടെ മേളിൽ വെളിപ്പെടുത്തണമേ അപ്പ. യേശുവെ, തിരുരക്തത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ കരവിനകത്ത് ചലിക്കുന്നതിനായി മാമി യേശുവെ പൂർണ്ണമായി ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ, അങ്ങയുടെ കരം ചലിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇവർക്ക് വേണ്ടി വലിയ വഴികൾ അങ്ങ് തുറക്കണമേ, സൗഖ്യം നടക്കണമേ അപ്പാ. ലോകം പറഞ്ഞതിനേക്കാൾ വലിയ വിടുതൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നതിനായി മാമി യേശുവിൻ്റെ വലിയ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചിലവരെ ജീവിതത്തിനകത്ത് പുതുക്കങ്ങൾ സംഭവിക്കട്ടെ, പ്രതീക്ഷകൾ അവസാനിച്ചെടുത്തുന്ന അത്ഭുതകരമായ വിടുതലുകൾ സംഭവിക്കട്ടെ. കർത്താവ് അത് ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ വേഗത്തിൽ തന്നെ ഈ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കണമെന്ന് ഓർപ്പിക്കുന്നു. വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നവർ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി റിപ്ലൈ ചെയ്യും. അതേപോലെ തന്നെ പ്രത്യേകമായിട്ട് ഒരു കാര്യം ഓർപ്പിക്കുന്നു, നമുക്ക് തൃശ്ശൂരിലും എറണാകുളത്തും കൊല്ലത്തും തിരുവനന്തപുരത്തും കുണ്ട്രയിലൊക്കെ ആരാധന നടക്കുന്നുണ്ട്. നിങ്ങളും അതിലേക്ക് കടന്നു വരണം. ഉറപ്പായി ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യണം. നേരിട്ട് കടന്നു വന്ന് ഹല്ലേലൂയ അസാധാരണമായൊരു വിടുതൽ പ്രാപിക്കാനായി നിങ്ങൾ ഒരുങ്ങണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ വലിയ കാര്യങ്ങൾ ചെയ്യും. അതേപോലെ ഈ മെസ്സേജ് നഷ്ടമാകുമെന്ന് തോന്നിയാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യണം. അത് കാണാൻ തയ്യാറാകണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.